ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ റേഞ്ച് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി. അപ്പോൾ നമ്മളെ മിഷൻ 100ന്റെ ഭാഗമായിട്ട് നമ്മളെ 10ാമത്തെ പാർട്ടാണ് ഇത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പാർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആൻസേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 10ാമത്തെ പാർട്ടിൽ നമ്മൾ 10ാമത്തെ മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ 10 മൊഡ്യൂൾ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളൊരു മിക്സഡ് അപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഓരോ മൊഡ്യൂളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഓരോ 5 ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. ടോട്ടലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ മൊഡ്യൂളിൽ നിന്നും 10 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് 10ാമത്തെ മൊഡ്യൂൾ എന്ന് വന്നിട്ടില്ല. 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മളെ പവർ സിസ്റ്റത്തിലെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് AC പവർ ട്രാൻസ്മിഷൻ? വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് AC പവർ ട്രാൻസ്മിഷൻ? AC പവർ ട്രാൻസ്മിഷന്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ചോദിച്ചുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഈസിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറോണ ലോസ് ഇസ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെഗ്ലിജിബിൾ സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഈസി ആയിട്ട് പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, കൊറോണ ലോസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗ്ലിജിബിൾ സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതാ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാമോ, ഏതാ കിട്ടുന്നുണ്ടായിരിക്കും നമ്മൾ ആൻസർ എന്ന് പറയുന്നത്? അതായത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, AC പവർ ട്രാൻസ്മിഷൻ, അതായത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് AC ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും AC ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നുണ്ടാവുക? അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിഡറേഷൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം എന്തായിരിക്കും, നമ്മളൊന്ന് നമുക്ക് കൺസിഡർ ചെയ്ത് വരുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും, നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, AC നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ജനറേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. എന്താണ്, ഹൈ വോൾട്ടേജ് ജനറേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണ്, ഹൈ വോൾട്ടേജ് ജനറേഷൻ പോസിബിൾ ആണെന്ന് പറയുമ്പോൾ DCയെ സംബന്ധിച്ചിടത്തോളം അത്ര വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, DCയിൽ കമ്മ്യൂട്ടേഷൻ നടക്കണം അല്ലേ. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത്ര ഹൈ വോൾട്ടേജ് ജനറേഷൻ നമുക്ക് എന്താണ് പോസിബിൾ അല്ലാത്തതിന് ഒരു കാരണം കേട്ടോ. കമ്മ്യൂട്ടേഷൻ ഉണ്ട് എന്നുള്ളത്. കാരണം കമ്മ്യൂട്ടേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആർമേച്ചർ റൊട്ടേറ്റിംഗ് സൈഡിലായിരിക്കണം അല്ലേ, അതായത് റോട്ടർ സൈഡിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, കമ്മ്യൂട്ടേഷൻ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റി കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, DC ഒരു ഹൈ വോൾട്ടേജ് ജനറേഷൻ നമുക്ക് പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് AC നമുക്കൊരു ഹൈ വോൾട്ടേജ് ജനറേഷൻ പോസിബിൾ ആണ്. എത്ര ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്, എത്ര വോൾട്ടേജാ ഒന്ന് കമന്റ് ചെയ്യണേ. എത്ര വോൾട്ടേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ഒരു ഹൈ വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതായത് എത്രയാണ് കറന്റ്ലി നമ്മളിപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കറന്റ്ലി ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ അടുത്തുള്ള പവർ സ്റ്റേഷനുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹൈ വോൾട്ടേജ് പോസിബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണ്, രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്ത് പറ്റും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും, അതായത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഒരൊറ്റ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ ആക്സറി അല്ലെങ്കിൽ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പറ്റുന്നുണ്ടാവും അല്ലേ. ഒരു AC മെഷീനായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ആ ഒരു മെഷീൻ്റെ കൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റുന്നുണ്ടാവും അല്ലേ. ഏതില്, AC-യിൽ. ഏതാണ് ആ മെഷീൻ എന്ന് പറയുന്നത്, നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഹെൽപ്പോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ പവർ ട്രാൻസ്മിഷൻ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അതായത് ലോസ് കുറച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ റിസീവിങ് എൻഡിൽ, അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുതലാക്കി കറണ്ട് കുറച്ച് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വോൾട്ടേജ് നോർമൽ വോൾട്ടേജിലേക്ക് തന്നെ എത്തിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു 11 kV ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, 765 kV എന്ന് പറയുന്നത് അല്ലേ. ആ 765 kV നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ
എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് പറയാം അല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 415 വോൾട്ടേജ് അല്ലെങ്കിൽ 240 വോൾട്ടേജിലേക്ക് നമുക്ക് 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 240 വോൾട്ടേജിലേക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡൊമസ്റ്റിക് ഇതിലായിട്ടും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാമെന്നുള്ളതും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാമെന്നുള്ളതുമാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കൺസെപ്റ്റ് എന്താ, കൊറോണ ലോസ് ഇസ് നെഗ്ലിജിബിൾ എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ AC ട്രാൻസ്മിഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് എടുത്ത് പഠിക്കുന്ന 2 കൺസെപ്റ്റാണ് കൊറോണ ലോസും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഈ 2 കൺസെപ്റ്റും കൊറോണ ലോസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്കിൻ എഫക്റ്റും AC ഒരു ലൈൻ ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യാണ്, കൊറോണ ലോസും ഉണ്ടായിരിക്കും, അത് തന്നെ എന്താണ് സ്കിൻ എഫക്റ്റും അവിടെ ഉണ്ടായിരിക്കും. രണ്ടും ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ, രണ്ടും അവിടെ ഉണ്ടാവും. അതായത് രണ്ടും നെഗ്ലിജിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ രണ്ടും നമുക്ക് അവിടെ വരുന്നുണ്ടാവും അല്ലേ. പിന്നെ ലോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വോൾട്ടേജ് ഡ്രോപ്പ് ലോ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെയും വരുന്നുണ്ടെന്നാണ്, റിയാക്ടൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നതും AC-യുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന കൺസെപ്റ്റ് അല്ല. അപ്പോൾ അവിടെ ആൻസർ ആയിട്ടാണ് വരുന്നത് എന്താണ്, വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക ഇവിടെ വരുന്നുണ്ടാവുക. അത് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 33 kV 415 വോൾട്ടേജ് 3.3 kV ആൻഡ് 11 kV എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് അല്ലേ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് നമുക്ക് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് എന്തൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു, ആദ്യം എന്താണ് 11 kV നമ്മൾ എന്ത് ചെയ്യുന്നു ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ, 11 kV ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഓരോ സ്റ്റെപ്പിലും നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കുക, അടുത്ത കേസാണ് എന്ത് ചെയ്യുന്നത് പ്രൈമറി ട്രാൻസ്മിഷൻ അല്ലേ, പ്രൈമറി ട്രാൻസ്മിഷൻ വരുന്നുണ്ടായിരിക്കും അല്ലേ, പ്രൈമറി ട്രാൻസ്മിഷൻ വരുന്നുണ്ടായിരിക്കും. പിന്നെന്താ വരുന്നുണ്ടാവുക, പ്രൈമറി ട്രാൻസ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറി ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവും അല്ലേ, സെക്കൻഡറി ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവും, സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയാം. പിന്നീട് എന്താ ഉണ്ടാവുക, പ്രൈമറി ട്രാൻസ്മിഷൻ, സെക്കൻഡറി ട്രാൻസ്മിഷൻ, പിന്നീട് എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടായിരിക്കും, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ദെൻ അവിടെ എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടായിരിക്കും അല്ലേ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരും അല്ലേ, പ്രൈമറി ട്രാൻസ്മിഷൻ, സെക്കൻഡറി ട്രാൻസ്മിഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വരുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു എക്സാമ്പിൾ വോൾട്ടേജ് പറയാം കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വോൾട്ടേജ് പറയുന്നുള്ളൂ. 132 kV പറയാം. ഇവിടെ നമുക്ക് എന്ത് പറയാം, ഒരു 66 kV അല്ലേ, സെക്കൻഡറി ആണെങ്കിൽ 66 kV പറയാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അകത്താണെങ്കിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, 11 kV എന്ന് പറയാം. ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 415 വോൾട്ടേജ് അല്ലെങ്കിൽ 240 വോൾട്ടേജ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റേഞ്ച് നിങ്ങളത് പഠിച്ചു വെക്കണം, ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് എഴുതിയ കാര്യങ്ങൾ നമുക്ക് എല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എന്താണ്, ഞാൻ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ എഴുതിയതെല്ലാം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ബാക്കി എല്ലാ റേഞ്ചും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എത്രയെന്നുള്ളത് നമുക്കറിയാം അല്ലേ, എത്രയാണ് 765. ആ കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കേട്ടോ, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ളത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞത് എന്താണ് ഓൾറെഡി നമുക്ക് അറിയാം എന്താണ് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് എത്രയാണ് 11 kV ആണ് വരുന്നുണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ക്ലാസിഫിക്കേഷൻ വോൾട്ടേജ് റേഞ്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക, കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്യുന്നുണ്ട് ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ആ റേഞ്ച് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് കോൾഡ് ആസ് എ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ വെൻ ഇറ്റ്സ് ലെങ്ത് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ട്രാൻസ്മിഷൻ ലൈനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ, അതായത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ്, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചുള്ളത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് എന്താ തന്നിട്ടുള്ളത്, മോർ ദാൻ 50 കിലോമീറ്റർ ആൻഡ് മോർ ദാൻ 150 കിലോമീറ്റർ, മോർ ദാൻ 500 കിലോമീറ്റർ ആൻഡ് മോർ ദാൻ 1000 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അത് എത്ര കിലോമീറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് കൺസിഡറേഷൻ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫാക്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എന്താണ്, അതായത് കാറ്റഗറി അനുസരിച്ചിട്ട്
ഷോർട്ട് ലൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് അപ് ടു 80 കിലോമീറ്റർ കേട്ടോ, 80 കിലോമീറ്റർ വരെ എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അപ് ടു 50 to 80 കിലോമീറ്റർ എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും 50 നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പറയാം കേട്ടോ, അപ് ടു 50 അല്ലെങ്കിൽ 80 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി അല്ലേ. 80 കിലോമീറ്റർ വരെ നമ്മൾ എന്താ പറയാറുള്ളത്, അതിനെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവിടെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്ര വരാറുള്ളത്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 20 kV വരെയാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് പറയാം, അതായത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്ന ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 20 kV വരെയാണ് വരുന്നുണ്ടാവുക. അവിടെ നമുക്ക് എന്താണ്, നെയിൻ കപ്പാസിറ്റൻസ് നെഗ്ലിജിബിൾ ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും മാത്രമേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒരു ലോസ് കൺസെപ്റ്റ് ആയിട്ട്, അതായത് ഒരു ടെക്നിക്കൽ ഒരു കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. അതായത് ലോസ് കൺസെപ്റ്റ് ആയിട്ട് എടുക്കുന്നത്, അതായത് ജസ്റ്റ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുള്ളൂ, റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്തത് മീഡിയം ലൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, മീഡിയം ലൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 80 മുതൽ 200 കിലോമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്, മീഡിയം ലൈൻ വരുന്നത് കേട്ടോ. 80 മുതൽ 200 കിലോമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, മീഡിയം ലൈനിന് വരുന്നുണ്ടായിരിക്കും അല്ലെ. മീഡിയം ലൈനിന് വരുന്നത് 80 മുതൽ 200 കിലോമീറ്റർ വരെയാണ് വരുന്നുണ്ടാവുക. ദെൻ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 20 കിലോ വോൾട്ട് മുതൽ 100 കിലോ വോൾട്ടേജ് വരെ അല്ലെ, 20 കിലോ വോൾട്ടേജ് വരെ മുതൽ അതേപോലെ തന്നെ എന്താണ് 100 കിലോ വോൾട്ടേജ് വരെയാണ് വരുന്നുണ്ടാവുക. ദെൻ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ലൈൻ കപ്പാസിറ്റൻസ് ഇസ് ലംപ്ഡ് അറ്റ് ദ സ്പെസിഫിക് പോയിന്റ്സ്. അതുകൊണ്ട് കപ്പാസിറ്റൻസും കൂടെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മീഡിയം ലൈൻ ട്രാൻസ്മിഷൻ ലൈൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പറയാം അല്ലെ. അതിനകത്തും കൂടെ അതും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ വരുന്നുണ്ടാവും എന്ന് നമുക്ക് പറയാം അല്ലെ. പിന്നീട് എന്താണ്, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ എബോ 200 കിലോമീറ്റർ വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ 100 കിലോ വോൾട്ടിന് മുകളിലാണ് വോൾട്ടേജ് റേഞ്ച് എന്നുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 100 കിലോ വോൾട്ടിന് മേലെയാണ് വരുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കാറുള്ളത് കേട്ടോ. 100 കിലോ വോൾട്ടിന് മേലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കാറുള്ളത്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏതൊക്കെയാണ്, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് കണ്ടക്റ്റൻസ്. ഇത് നാലും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് കോൾഡ് ആസ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ വെൻ ഇറ്റ് ഈസ് ലെങ്ത് ഈസ് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ 200 കിലോമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. 200 കിലോമീറ്ററിന് മേലെയാണെങ്കിലാണ് നമ്മൾ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആയിട്ട് പറയുന്നുണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് 50 കിലോമീറ്റർ, 150 കിലോമീറ്റർ, 500 കിലോമീറ്റർ, 1000 കിലോമീറ്റർ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് മോർ ദാൻ 150 കിലോമീറ്റർ എന്നാണ് പറയുന്നുണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിങ്ങനെ വാല്യൂ അങ്ങോട്ടും കൊണ്ടൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ്, ആ ടേബിൾ പഠിച്ച് അതിനകത്ത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് എഴുതാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. മോർ ദാൻ 150 കിലോമീറ്റർ എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഇൻ OH ലൈൻസ് അപ് ടു ദ വോൾട്ടേജ് ഓഫ് എബൌട്ട് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ. 66 kV, 11 kV, 33 kV ആൻഡ് 415 വോൾട്ടേജ് എന്നാണ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുള്ളത്, പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നോർമലി നമ്മൾ OH അപ് ടു എത്ര വോൾട്ടേജ് വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, 66, 11, 66 kV, 11 kV, 33 kV ആൻഡ് 415 വോൾട്ടേജ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എവിടെ വരെ നമുക്ക് പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുക. പിൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എന്താണ്, നോർമൽ റണ്ണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ആണ് പിൻ ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ എവിടെ എത്ര kV വരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് 33 kV വരെയാണ്. നമ്മൾ എക്കണോമിക്കലി പറയുമ്പോൾ 11 kV എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ നോർമലി ഓർത്ത് വെക്കേണ്ട കാര്യം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 33 kV വരെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 33 kV വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ പിൻ ഇൻസുലേറ്റേഴ്സ് എവിടെ വരെയാണ്, അല്ലെങ്കിൽ ഏത് വോൾട്ടേജ് റേഞ്ച് വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, 33 kV വരെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയാം അല്ലേ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്കുള്ളതാണ്.
33 kVക്ക് മേലെ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യണം കേട്ടോ. ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും ആൻസർ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കറക്റ്റ് ആയുള്ള ആൻസർ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് താഴെ ഞാൻ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളതും ആൻസേഴ്സ് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നെഗറ്റീവ് എന്തെങ്കിലും അടിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം, ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവാം അല്ലേ. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം ഐഡിയ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പോവാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, 33 kV അപ് ടു 33 kV വരെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന് മേലേക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊറോണ ഈസ് അക്കമ്പനൈഡ് ബൈ എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ. വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിസ്സിംഗ് സൗണ്ട് ആൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, വൈബ്രേഷൻ ആൻഡ് റേഡിയോ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾ ഓഫ് ദ എബോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ ചോദിച്ചുള്ളത്, ഈ കൊറോണ ഇസ് അക്കമ്പനൈഡ് ബൈ എന്നാണ് ചോദിച്ചുള്ളത്. അതായത് കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ലോസ് ആണ് അല്ലേ. കൊറോണ ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ലൈൻ ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ഹൈ വോൾട്ടേജിൽ വരുന്ന ഒരു ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, കൊറോണ ലോസ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെ ഹൈ വോൾട്ടേജിൽ ഉണ്ടാവാറുള്ളത്, ഈ ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളെ എയറിൻ്റെ ഒരു ഡയറക്ടറി സ്ട്രെങ്ത് ഉണ്ടാവും അല്ലേ. ഈ ഡയറക്ടറി സ്ട്രെങ്ത്തിനേക്കാൾ എക്സീഡ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എയറിൻ്റെ ആ ഒരു ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ എക്സീഡ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അയണൈസേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഈ എയർ അയണൈസേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ കൊറോണ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് കൊറോണ കാണുന്നത് എങ്ങനെ കാണുന്നുണ്ടായിരിക്കുക, ഒരു വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് അല്ലേ. ഒരു വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു വയലറ്റ് കളറിലായിട്ടുള്ള ഒരു വിസിബിൾ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. ഒരു വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. ഡാർക്ക്നെസ്സിനകത്ത് ഒരു വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് നമുക്ക് കാണുന്നുണ്ടാവും. അത് മാത്രമാണോ ഉണ്ടാവുക, അല്ല അല്ലേ. എന്താണ് അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു ഹിസ്സിംഗ് നോയ്സ് ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അതിനൊപ്പം തന്നെ എന്താണ്, ഒരു പവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പവർ എന്ന് പറയുന്നത് പവർ ലോസ് ആണ് കേട്ടോ. പവർ ലോസ് ഉണ്ടാവും. അതായത് ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും, ഒരു പവർ ലോസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് പറയുന്നത്. പവർ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഒരു പവർ ലോസ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ എന്താണ്, വൈബ്രേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, റേഡിയോ ഇന്റർഫറൻസും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേറെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ആൻസർ ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് കൊറോണ എന്ന് പറയുന്നത്, ഒരു ഹൈ വോൾട്ടേജ് ലൈനിനകത്ത് അവിടെ എയറിൽ എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും, എയറിൽ ആ ഒരു ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ എക്സീഡ് ചെയ്ത് വരുന്ന സമയത്ത് അയണൈസേഷൻ സംഭവിച്ചിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇത് പറഞ്ഞ കാര്യം അല്ലേ, അയണൈസേഷൻ സംഭവിച്ചിട്ട് വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ് ഡാർക്ക്നെസ്സിനകത്ത് കാണുകയും അതേപോലെ തന്നെ ഹിസ്സിംഗ് സൗണ്ട്, പവർ ലോസ്, വൈബ്രേഷൻ, റേഡിയോ ഇന്റർഫറൻസ്, ഇങ്ങനെ എല്ലാം കൂടെ കാണുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഏതാ വരുന്നുണ്ടാവുക, ഓൾ ഓഫ് ദ എബോവ് എന്നാണ് വരുന്നുണ്ടാവുക അല്ലേ. എല്ലാം കൂടെ കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടായിരിക്കുക, കൊറോണ എന്ന് പറയുന്നുണ്ടാവുക അല്ലേ. നമ്മൾ ലൈൻ ലോസിൽ കൊറോണ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ള ഈ ഒരു മൊഡ്യൂളിലുള്ള അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് നമുക്ക് ഈ കൺസെപ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്, പല രീതിയിൽ ഫ്രെയിം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ മൊഡ്യൂൾ പഠിച്ചു വെക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ലൈൻ ലോസസുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൻ എഫക്റ്റ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു മൊഡ്യൂളുമായിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.